സംസാരിക്കുന്ന ഗുഹ. വർഷങ്ങൾക്ക് മുൻപ് ഒരു കാട്ടിലൊരു സിംഹം താമസിച്ചിരുന്നു. ഒരു ദിവസം സിംഹം ഭക്ഷണം തേടിയിറങ്ങി. പക്ഷേ അതിന് കഴിക്കുവാൻ ഒന്നും കിട്ടിയില്ല. സിംഹം ഇങ്ങനെ പറഞ്ഞു: ഈശ്വരാ, എന്തൊരു കഷ്ടമായത്, എനിക്ക് വിശന്നിട്ട് വയ്യല്ലോ. അപ്പോൾ ഒരു വലിയ ഗുഹ സിംഹം കണ്ടു. സിംഹം ആലോചിച്ചു, എനിക്ക് തിന്നാൻ പറ്റിയ എന്തെങ്കിലും മൃഗം ഈ ഗുഹയിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞു വരും. എന്തായാലും ഈ ഗുഹയ്ക്കുള്ളിൽ കാത്തിരിക്കുക തന്നെ. സിംഹം ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി ഒരു മൂലയിൽ ഒളിച്ചിരുന്നു. അവൻ ഗുഹയിലെ മൃഗം തിരിച്ചു വരുന്നതും കാത്തിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ ഗുഹയിൽ താമസിച്ചിരുന്ന കുറുക്കൻ ഗുഹയുടെ മുന്നിൽ വന്നു നിന്നു. അവൻ ഗുഹയുടെ മുന്നിൽ സിംഹത്തിന്റെ കാൽപ്പാടുകൾ കണ്ട് ഭയന്നു. അവൻ കാൽപ്പാടുകൾ നോക്കി ചിന്തിച്ചു, ഈ കാലടിപ്പാടുകൾ സിംഹത്തിൻ്റെതാണ്. അത് ഗുഹയ്ക്കകത്തേക്ക് പോയത് മാത്രമേ ഉള്ളൂ. സിംഹം ഗുഹയിൽ നിന്ന് തിരിച്ചു പോയതിൻ്റെ ഇല്ല. ആദ്യം സിംഹം ഗുഹയ്ക്കുള്ളിലുണ്ടോ ഇല്ലയോ എന്നറിയണം. ഞാനിപ്പോൾ ഗുഹയ്ക്കുള്ളിലേക്ക് പോയാൽ സിംഹം അതിലുണ്ടെങ്കിൽ അതെന്നെ കൊന്നു തിന്നും. എന്താണൊരു വഴി? ഒരു സൂത്രം കണ്ടുപിടിക്കണം. പെട്ടെന്ന് കുറുക്കൻ ഒരു ബുദ്ധി തോന്നി. അവൻ ഗുഹയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു: ഗുഹേ, നിനക്ക് സുഖം തന്നെയല്ലേ? ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു ശബ്ദവും പുറത്തു വന്നില്ല. കുറുക്കൻ വീണ്ടും പറഞ്ഞു: ഗുഹേ, നിനക്ക് എന്താ പറ്റിയത്? എന്നും നീ എന്നോട് എന്തൊരു സ്നേഹത്തിലാണ് സംസാരിക്കാറുള്ളത്. ഇങ്ങനെ നീ എന്നോട് സംസാരിക്കാതിരുന്നാൽ ഞാൻ വേറെ ഏതെങ്കിലും ഗുഹയിലേക്ക് പോകും. സിംഹം ഗുഹയ്ക്കുള്ളിലിരുന്ന് എല്ലാ സംസാരവും കേൾക്കുന്നുണ്ടായിരുന്നു. ഓ, ഇത് സംസാരിക്കുന്ന ഗുഹയാണല്ലേ. ഞാൻ ഉള്ളത് കൊണ്ടാവും മിണ്ടാതിരിക്കുന്നത്. എന്നെ കണ്ടു ഗുഹ പേടിച്ചതാവും. ഇപ്പോൾ ഞാൻ ഗുഹയെപ്പോലെ കുറുക്കനോട് സംസാരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കുറുക്കൻ ഗുഹയിൽ കയറാതെ തിരിച്ചു പോവും. ഞാനിന്ന് പട്ടിണിയാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും സംസാരിച്ചേ മതിയാവൂ. സിംഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു: എന്റെ പ്രിയപ്പെട്ട കുറുക്ക, നീ കേൾക്കൂ. എനിക്ക് നിന്നെ വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നീ എന്താ അകത്തേക്ക് വരാത്തത്? നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നുവല്ലോ. കുറുക്കന് മനസ്സിലായി സിംഹം തന്നെ പ്രതീക്ഷിച്ച് ഗുഹയ്ക്കകത്തിരിക്കുകയാണെന്ന്. അവൻ അപ്പോൾ തന്നെ അവനെ കൊണ്ട് പറ്റുന്ന വേഗത്തിൽ അവിടെ നിന്ന് തിരിച്ചോടി അവന്റെ ജീവൻ രക്ഷിച്ചു. കുറച്ചു സമയം സിംഹം കുറുക്കനെ പ്രതീക്ഷിച്ച് ഗുഹയ്ക്കകത്തിരുന്നു. കുറെ സമയമായിട്ടും കുറുക്കനെ കാണാത്ത സിംഹം ഗുഹയിൽ നിന്ന് പുറത്തു വന്നു. അവൻ ചുറ്റുപാടും നോക്കി. പക്ഷേ അവന്റെ പൊടി പോലും കണ്ടില്ല. ഞാൻ എന്ത് വിഡിത്തമാണ് ചെയ്തത്? സിംഹം ദേഷ്യത്തോടെ വേട്ടയാടാൻ കാട്ടിലേക്ക് നടന്നു. ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കുന്ന പാഠം, ആപത്ത് സമയത്ത് നാം ബുദ്ധി പ്രയോഗിക്കണം എന്നാണ്.